നീ ഇതുവരെ പഠിച്ചതൊന്നും അല്ല ജീവിതം. നീ ഇനി പഠിക്കാൻ പോകുന്നതാണ് യഥാർത്ഥ ജീവിതം. എടാ വിഷ്ണു, നീ ഇത്രയും നാൾ ഈ അമ്മ മകനായിട്ട് കാള കളിച്ച് കിടന്നപ്പോ ഒരു വലിയ കുടുംബത്തിന്റെ ഭാരം പെട്ടെന്ന് തലയിലേക്ക് കയറുമെന്ന് നീ ഓർത്തില്ലല്ലേ? നിനക്കിനി നല്ല സമയടാ. വാടക വീട് കണ്ടുപിടിക്കണം, അച്ഛന്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കണം, പിന്നെ നിന്റെ കുത്തുകൊണ്ട് നടക്കുന്ന ഭാര്യയുടെ വിശേഷങ്ങൾ തിരക്കണം, അവിടെ ചെലവിന് കൊടുക്കണം, ഇവിടെ ചെലവിനുള്ള വക ഉണ്ടാക്കണം. അങ്ങനെ മൊത്തം തലയ്ക്ക് വട്ടുകയറി കിടക്കുന്ന നിനക്ക് പിന്നെ എപ്പോഴാണ് എന്നോട് പ്രതികാരം വീട്ടാൻ സമയം? നീ പെട്ടു. അതെ, നിന്നെ ഞങ്ങളങ്ങ് പെടുത്തി. എടാ, 10 രൂപയ്ക്ക് നീ തെണ്ടുന്നത് എന്റെ കൺമുന്നിൽ കാണുകയും കൂടി ചെയ്താ എന്റെ ജന്മം സഫലമായി നീ അടിവരയിട്ട് പറയൂടാ. നിന്റെ ജന്മം സഫലമായെന്ന് നീ മാത്രമേ പറയൂ. കാരണം നിന്നെ ജനിപ്പിച്ചു പോയതിന്റെ പേരിൽ ശപിക്കുന്നൊരു അച്ഛനും അമ്മയും എനിക്കിപ്പോ എന്റെ മുന്നിൽ കാണാം. ആ ഒരു അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കാം. അതിനിടയ്ക്ക് നിനക്ക് ചെയ്യാവുന്ന ക്രൂരതകൾ മുഴുവൻ നീ ചെയ്യേ. അതുവരെ സഹിക്കാൻ ഞാൻ തയ്യാറാ. രാഘവൻ നായരുടെ പേരിലുള്ള ഈ വീടും സ്ഥലവും ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ജപ്തി ചെയ്ത് സീല് വെച്ച് റവന്യൂ വകുപ്പിന്റെ സംരക്ഷണയിൽ സർക്കാരിലേക്ക് കണ്ടുകെട്ടിയതായി പ്രഖ്യാപിക്കുന്നു. അനധികൃതമായി ഇനി ഈ കോമ്പൗണ്ടിൽ പ്രവേശിക്കുന്നതും വൃക്ഷങ്ങൾക്കും മറ്റു വസ്തുക്കൾക്കും കേടുപാടുകൾ വരുത്തുകയോ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്താൽ വേണ്ട നടപടികൾ എടുക്കുമെന്നും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. വരൂ. ഇനിയപ്പോ നമുക്ക് ഈ മണ്ണിനിക്കാൻ പോലും സ്ഥാനമില്ലല്ലേ?